ഹലോ കൂട്ടുകാരെ. മനുഷ്യൻ്റെ ശരീരത്തിൽ ശരിയായ രീതിയിലുള്ള സ്പർശനം മുഖേന ലൈംഗിക ജീവിതത്തിൽ ആനന്ദകരവും അനുഭൂതിദായകവും ആക്കുവാനായിട്ട് സാധിക്കും എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? ഈ 2025 അത് നാം അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ലൈംഗിക ജീവിതം, കുടുംബജീവിതം ഒരു പരാജയമാകും എന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. മനുഷ്യ ശരീരത്തിൽ എവിടെയൊക്കെ സ്പർശിച്ചാൽ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ നാം സ്പർശിച്ചാൽ അത് ലൈംഗിക അനുഭൂതി ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുവാൻ പറ്റിയ ഒരു 10 സ്ഥലങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ സ്ഥലം പിൻകഴുത്താണ്. ലൈംഗിക ജീവിതത്തിൽ ലൈംഗിക പൂർവ്വ ലീലകൾ ആരംഭിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തുടക്കം കുറിക്കുവാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പിൻകഴുത്ത് എന്ന് പറയുന്നത്. അത് പുരുഷനായാലും സ്ത്രീ ആയാലും പിൻകഴുത്തിൽ ഏൽപ്പിക്കുന്ന ഓരോ സ്പർശനവും ലൈംഗിക അനുഭൂതി ഒരുപാട് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. മൃദുവായ ഒരു തലോടൽ, ഒരു സ്പർശനം, അത് മാത്രം മതി നമ്മുടെ ലൈംഗിക തൃഷ്ണ ഉണർത്തുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സ്ഥലം ചെവികളാണ്. പിൻകഴുത്തിൽ നിന്നും പെട്ടെന്ന് നമുക്ക് പോകുവാനായിട്ട് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചെവികൾ. ആ ചെവികളിൽ ഉണ്ടാക്കുന്ന മൃദുവായ തലോടലുകൾ, മൃദുവായ ചുംബനങ്ങൾ, ഇതെല്ലാം ലൈംഗിക അനുഭൂതി ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഓരോ നിശ്വാസങ്ങളും പിൻകഴുത്തിനേക്കാൾ കൂടുതൽ ചെവികളിലാണ് ലൈംഗിക അനുഭൂതി ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. സ്തനങ്ങൾ സ്ത്രീക്കു മാത്രമല്ല പുരുഷനും സ്തനങ്ങൾ ഉത്തേജക കേന്ദ്രങ്ങളാണ്. മനുഷ്യ ശരീരത്തിൽ ഒരുപാട് സംവേദന കേന്ദ്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുലക്കണ്ണുകളും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും. ശരിയായ രീതിയിൽ സ്തനങ്ങളെ നമ്മൾ ഉപയോഗിച്ചാൽ ലൈംഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ ലൈംഗികതയിൽ അത് ആനന്ദദായകമായിട്ട് മാറുവാനായിട്ട് സാധിക്കും. 4 തുടകൾ. പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും തുടകൾ വളരെ മൃദുലമാണ്. മൃദുലമായ ഒരു തലോടൽ, ഒരു ചുംബനം, അതൊക്കെ മതി ലൈംഗികത ഉണർത്തുവാനായിട്ട്. 5 ചുണ്ടുകൾ. ലൈംഗിക ജീവിതത്തിൽ ചുണ്ടുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. സ്ത്രീ ആയാലും പുരുഷനായാലും ചുംബിക്കുക അല്ലെങ്കിൽ ചുണ്ടുകൾ വഴി മൃദുലമായി തലോടുക, അതെല്ലാം ലൈംഗിക ജീവിതം ആനന്ദകരമാക്കും. പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീയെയാണ് അത് ആനന്ദദായകം ആക്കുന്നത്. 6 കൈ വിരലുകൾ അല്ലെങ്കിൽ കൈത്തണ്ട. കൈയും കൈത്തണ്ടയിലും മൃദുവായി സ്പർശിക്കുകയും തലോടുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്നത് ലൈംഗികത ഒരുപാട് ഉണർത്തുവാനായിട്ട് സാധിക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ലൈംഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. 7 കാൽമുട്ടുകൾക്ക് പിന്നിൽ. കൈത്തണ്ട പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു ഭാഗമാണ് കാൽമുട്ടുകൾക്ക് പിൻഭാഗം. ഒരുപാട് സംവേദന നാഡികൾ ചേരുന്നതാണ്
കാൽമുട്ടുകൾക്ക് ഭാഗം. അവിടെയുള്ള ഓരോ മൃദുവായ തലോടലും ഓരോ സ്പർശനങ്ങളും ഒരുപാട് ആനന്ദദായകം ആക്കുവാൻ സാധിക്കുന്നുണ്ട്. 8 ക്ലിറ്റോറിയസ്. ഏകദേശം 8000 നാഡീവ്യൂഹങ്ങളുടെ സംവേദന സ്ഥലമാണ് ക്ലിറ്റോറിയസ് എന്ന് പറയുന്നത്. അവിടെ ഏൽപ്പിക്കുന്ന ഓരോ മൃദുവായ സ്പർശനങ്ങളും സ്ത്രീകളിൽ ഒരുപാട് ലൈംഗിക അനുഭൂതി ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള സ്പർശനങ്ങളായിരിക്കും താല്പര്യം. അതിനാൽ പങ്കാളിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുവാനായിട്ട് ഓരോരുത്തരും പരിശ്രമിക്കണം. 9 പാദങ്ങൾ. മുകളിൽ പരാമർശിച്ച എല്ലാ സ്ഥലങ്ങളെക്കാളും വളരെ കട്ടുകൂടിയ ഒരു സ്ഥലമാണ് പാദങ്ങൾ. എന്നാൽ അവിടെയുള്ള മൃദുവായ ഒരു തലോടൽ, മൃദുലമായ ഒരു സ്പർശനം, അതൊക്കെ ആനന്ദദായകവും ഒരുപാട് ലൈംഗികതയെ ഉണർത്തുവാൻ പറ്റിയതും ആണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 10 നിതംബം. മനുഷ്യ ശരീരത്തിൽ ഉത്തേജനം നൽകുവാനായിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നിതംബം. കാണുമ്പോൾ തന്നെ മനുഷ്യന് ഉത്തേജനം നൽകുവാനായിട്ട് സ്ത്രീ നിതംബങ്ങൾക്ക് പലതും സാധിക്കുന്നുണ്ട്. അവിടെ ഏൽപ്പിക്കുന്ന ഓരോ മൃദുവായ സ്പർശനങ്ങളും ഓരോ തലോടലുകളും ലൈംഗിക അനുഭൂതി ഒരുപാടുണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ 100 കണക്കിന് സ്ഥലങ്ങൾ ഇതുപോലെയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10 സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ബാക്കിയുള്ളത് നിങ്ങളുടെ പങ്കാളിയുമായി സംസാരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്താൽ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുവാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.